ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ ഗായ്സ്. ഇറ്റ്സ് മീ സിയോൺ ഗായ്സ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമല കളിക്കാനാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും കമലയുടെ കഥയൊന്ന് കാണാം. കമലയുടെ കല്യാണം എങ്ങാണ്ടായിരുന്നെന്ന് തോന്നുന്നു. അപ്പം കമലയ്ക്ക് ഒരു വയറുവേദന വന്ന് എല്ലാവരും കുടിക്കാൻ നേരമാണ് ഗായ്സ് കമലയുടെ ശരീരത്ത് പ്രേതം കയറിയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം ഈ കമല ഒഴിപ്പിക്കാനെങ്ങാണ്ട് വരുന്ന ഏതോ ഒരു പുള്ളിയാണ് നമ്മൾ. ഇപ്പോൾ കമല ഭയങ്കര ഡാർക്ക്, അതുകൊണ്ട് കമലയൊക്കെ ആൾക്കാരാണ് ഇങ്ങനെ കൊന്നിട്ടേക്കുന്നത്. അടുത്ത നമ്മളാണ് ഗൈസ്. അപ്പോൾ ഇത് ഒഴിപ്പിക്കാൻ വരുന്ന വലിയ ഏതോ ഒരു മന്ത്രവാദിയാണ് നമ്മൾ. അപ്പോൾ നമ്മൾ മിക്കവാറും ഇനി അതുപോലെ കിടക്കും. കണ്ടോ ഗൈസ്, ഞാനാണ് ഗൈസ് ഇത്. എൻ്റെ കണ്ണിലെ തീഷ്ണത കണ്ടോ ഗൈസ്. ഞാൻ ഇന്ന് കമലെ പൂട്ടിയിരിക്കും. നമ്മൾ കമലെ പൂട്ടിയിരിക്കും ഗൈസ് ഇതിനകത്ത്. നമുക്കപ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് കയറിയിട്ടുണ്ട്. നമ്മുടെ ഞാൻ എൻ്റെ ഗെയിമിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ഞാൻ എപ്പോഴും കാണുമായിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ എങ്ങനെയാണെന്നുള്ളൊരു ചെറിയ ഒക്കെ നമുക്ക് ഉണ്ട്. ഇപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ട് കയറാം. ഇതെങ്കിൽ ഇവിടെ കണ്ട് ഞെക്കിയല്ലേ ഞാൻ തുറക്കുന്നത്. ഓക്കെ. നമ്മൾ ഗേറ്റ് തുറന്നിട്ടുണ്ട്. നമ്മൾ അവിടെ കമലയുടെ വീടിനകത്ത് വന്ന് ഗൈസ്. ഇനി എന്തൊക്കെ നടക്കുമെന്ന് തമ്പുരാൻ അറിയാം. എന്തൊരു തടിയൊക്കെ കിടപ്പുണ്ടല്ലോ. ഇത് വെച്ചായിരുന്നു എന്തായിരുന്നു വേണ്ട. ഈ തീ അണയ്ക്കണം. നമുക്ക് ഈ തീ അണയ്ക്കാൻ ഇവിടെ കണ്ട് ഒരു കുടം അങ്ങോട്ട് കിടപ്പുണ്ട്. അതുകൊണ്ട് ആ കിടക്കുന്ന കുടം നമ്മളെടുത്തില്ല, പൈപ്പിൻ്റെ അവിടെ കൊണ്ടുവെക്കണം. കുടം നമുക്ക് ഇനി കൊണ്ടുവെക്കാം. കുടം കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മന്ത്രവാദി ആയി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം. കണ്ട കുടം വെച്ച് വെള്ളമൊക്കെ അണയ്ക്കാനൊക്കെ പോകണമേ. ഭയങ്കര മെനയാണ് കൈസ്. അപ്പം നമുക്ക് എന്തൊക്കെ ആവാമെന്ന് നമുക്കൊന്നും അറിയത്തില്ല. ചിലപ്പം കമല നമ്മളെ കാച്ചും. ഇപ്പം കമല നമ്മളെ കാച്ചുവാന്ന് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ എന്തായാലും വരുന്നതായിരിക്കും. എന്തായാലും നമ്മൾ മാക്സിമം നമ്മൾ കമലയിൽ നിന്ന് ഒഴിപ്പിക്കും നമ്മൾ. അപ്പം ഈ പൈപ്പിനകത്തുനിന്ന് വെള്ളം വരണമെങ്കിൽ ഒരു പൈപ്പുണ്ട്. ആ പൈപ്പ് ഞാൻ കണ്ടുപിടിക്കണം ഗൈസ്. ഞാൻ ഇവിടെ നോക്കട്ടെ പൈപ്പ് നോക്കട്ടെ ഗൈസ്. അപ്പം ഗൈസ് നമുക്ക് ആ കമ്പി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കമ്പി കൊണ്ട് ഇനി അവിടെ കൊടുക്കണം ഗൈസ്. മൊത്തം ചോര. ഇനി അടുത്ത നമ്മുടെ ചോരയായിരിക്കും ഇവിടെ പറ്റുന്നത് ഗൈസ്. ഈ ശരിക്കും നല്ല പേടിയുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നാണ് ഈ ഗെയിം കളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പൈപ്പ് കൊണ്ട് ഇനി അവിടെ കയറ്റാം. അല്ല, ഇപ്പോൾ സാധനത്തിനകത്ത് കൊണ്ട് വെക്കാം. അങ്ങോട്ട് ഞെക്കി പിടിക്കണോ? ഓക്കെ, ഞെക്കി പിടിക്കണം. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നിറയുന്നുണ്ട്. എങ്ങോട്ട് ഇത് നിറയത്തെ? ഓ ഗൈസ്, നിറഞ്ഞ്. അപ്പോൾ നമുക്ക് ഇനി ഇത് കൊണ്ടുപോയി ആ തീക്കകത്ത് ഒഴിച്ച് നമുക്ക് തീ കെടുത്താം ഗൈസ്. നമുക്ക് തീ കെടുത്തണം, ഒഴിക്കാം. ഓക്കെ, നമ്മൾ തീ കെട്ടിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ ചോദിക്കും, ഇനി അകത്ത് കയറണം വേണ്ട തിരിച്ച് പോകാമായിരുന്നു. അപ്പം ഗൈസ് എന്തായാലും കയറിപ്പോയി. ഇനി നമുക്ക് കമല നമ്മളിന്ന് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് കമല ഒഴിപ്പിക്കും. നമ്മൾ കമലയുടെ പെരക്കകത്ത് നമ്മൾ വന്നിട്ടുണ്ട്. കഥം പൂട്ടിയ. അപ്പോൾ നമ്മൾ കോലാപ്പൂരിയൊക്കെ കിടക്കുന്ന ഗൈസ്, കളറൊക്കെ പോയ കോലാപ്പൂരിയായിട്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാം. നമ്മളിനി കമലയെ ലക്ഷ്യമാക്കിയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഫോണൊക്കെ വരുന്നുണ്ട് ഗൈസ് ഇടയ്ക്ക്. ലൈറ്റ് വല്ലതും കാണാം. ലൈറ്റ് ഇട്ട് നോക്കാം. ലൈറ്റില്ല, ഫോൺ മാത്രമേ ഉള്ളൂ, ലൈറ്റ് ഇല്ല ഗൈസ്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകാൻ നേരം നമുക്കിനി പൂജയ്ക്കുള്ള ഒരു സാധനമൊക്കെ ഹോമകുണ്ട ഇവിടെ കണ്ടുണ്ട്. ആ ഹോമകുണ്ട നമുക്കൊന്ന് കണ്ടുപിടിക്കണം. എന്തോ ഒബ്ജക്റ്റീവ്. നമുക്ക് ഇനി ആ ഹോമകുണ്ടം കണ്ടുപിടിക്കണം. ഇനി ആ ഹോമകുണ്ടത്തിൻ്റെ ചുറ്റും ഏതാണ്ടൊക്കെ സാധനം വെക്കണം. ഈ സാധനം വെക്കാൻ നേരമാണ് കമല നമ്മളെ വന്ന് കാച്ചുന്നത്. അപ്പം അതിനൊക്കെ മുന്നേ നമുക്ക് ആ സാധനമൊക്കെ വെച്ച് എവിടെയൊക്കെ പാത്തിരിക്കുകയൊക്കെ വേണം ഗൈസ്. അപ്പം ആരും വരുന്നൊരു സൗണ്ടിൽ കേട്ടെ. ആരും ഇല്ലെന്ന് തോന്നുന്നു. കമല കാണല്ലേ, വിളി കാണല്ലേ. നമുക്ക് എന്തായാലും വിളി ഇറങ്ങാം. കമലയൊന്നും വിളിയില്ലായിരുന്നു. കമല വന്നാലും എന്താ, ഞാൻ ധൈര്യശാലിയായിട്ട് ഞാൻ ഫ്രണ്ട്ലിയായി ഇങ്ങനെ നിൽക്കും. ചെന്ന് കമല അങ്ങോട്ട് ഒഴിപ്പിക്കും. ഞാൻ തുടക്കത്തിൽ തന്നെ കണ്ടില്ലായിരുന്നു എൻ്റെ കണ്ണിലുണ്ട് ആ തീഷ്ണത. കമല നമ്മൾ ഒഴിപ്പിച്ചിട്ടേ നമ്മൾ ഇവിടുന്ന് പോകത്തുള്ളൂ ഗൈസ്. അപ്പം നമുക്കിനി ഈ കഥയൊക്കെ തുറന്ന് നേരെ അങ്ങോട്ട് പോവാം. നമുക്ക് പോയി നോക്കാം. കമല കാണല്ലേ, കമല ഇവിടെ കാണല്ലേ. ഗൈസ് എനിക്ക് പേടിയില്ല. കമല വന്നാലും നമ്മൾ നെഞ്ചും പിരിച്ചിരിക്കും. ഏതൊക്കെ ഒരു സ്ഥലത്ത് നമ്മൾ വന്നിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് എന്തുവാ? ഗൈസ് ഇവിടെ എങ്ങാണ്ട് വന്ന് ഏതാണ്ട് നമ്മളൊരു പാത്രം എങ്ങാണ്ട് എടുത്തോണ്ട് പോകണം. കമല വരുന്നുണ്ട്. അവൻ്റെ ആ മണി ഗൈസ്, അവൾ വരും ഇപ്പോൾ ഗൈസ്. നമുക്ക് ഇവിടെ കാണാൻ നിൽക്കുക. അവൾ അവിടെ വന്ന് നിന്ന് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അവൾ നമ്മളെ കാച്ചി കഴിഞ്ഞാൽ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. അപ്പം നമുക്ക് കുറച്ച് നേരം ഇവിടെ നിന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ട ഒരു പാത്രം വേണ്ടി താഴെ കിടപ്പുണ്ട്. അതെങ്ങനെയായിരുന്നു എടുക്കുന്നത്? ഇതാണ്ട് ഈ പാത്രമാണ് നമുക്ക് വേണ്ടത്.
നമുക്ക് ഈ പാത്രം എടുക്കാൻ എന്തായാലും. അപ്പം ഗായ്സ് നമ്മൾ പാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് നീക്കാൻ അവളവിടെ നിൽപ്പുണ്ട്. എന്തായാലും വാതൊക്കെ അവൾ നിൽപ്പുണ്ട്. അതാരും അവൾ വാതൊക്കെ നിൽപ്പുണ്ട്. നമ്മളങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ അവൾ തൂക്കിക്കഴിഞ്ഞാൽ നമ്മളെന്തായാലും അവൾ കൊല്ലുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ഇറങ്ങാം. എന്തായാലും നമുക്കിവിടെ നോക്കാം. ഇടയ്ക്കിടയ്ക്ക് ചിലങ്കയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഗൈസ്. മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി ഗെയിമുകാർ ഒരു ചിലങ്കയുടെ സാധനമൊക്കെ വെച്ചേക്കും. എനിക്ക് പേടിയില്ല, ഞാൻ ഭയങ്കര സാമിയാണ്, അതുകൊണ്ട് എനിക്ക് പേടിയില്ല ഗൈസ്. നമുക്കെന്തായാലും ഇറങ്ങണം. ഒന്നുകൂടെ ചിന്തിച്ചിട്ടിറങ്ങിയാൽ പോരെ. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഒന്നുകൂടെ അവളെ നോക്കാം. അവൾ ഇടയ്ക്കിടയ്ക്ക് ചിലങ്കയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഗൈസ്. നമ്മളെ കാച്ചും അവൾ വെളിയിലോട്ടിറങ്ങിക്കഴിഞ്ഞാൽ. നമുക്ക് എന്തായാലും നമ്മൾ ധൈര്യം കൈപിടിച്ച് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. അപ്പം നമ്മളെന്തായാലും ഈ കമല വന്നാലും കമലയും മുന്നേ അയ്യോ കൊന്നു ഗൈസ്. കമല നമ്മളെ ഗൈസ്. ഇതെന്തുവാ ഇത് എന്നാൽ ഇത് നേരത്തെ അങ്ങ് വന്നാൽ പോയാൽ വെറുതെ എന്തിനാ ആടിൻ്റെ കാര്യമൊക്കെ കാണിച്ച് ഗൈസ്. കമല നമ്മളെ കെട്ടിത്തൂക്കി ഗൈസ്. നമ്മളെ ഓപകൊണ്ടത്തിൻ്റെ അറക്കല്ലേ കമലെ ചത്ത് ആയി നമ്മൾ ചത്തു. ഇനി നമ്മളെന്തായാലും ഇന്ന് കമല നമ്മൾ ഒഴിപ്പിക്കുന്നതായിരിക്കും. നോക്കും, നമ്മളെന്തായാലും ഇന്ന് കമല ഒഴിപ്പിക്കുന്നതായിരിക്കും ഗായ്സ്. അപ്പം ഗായ്സ് പിന്നെ നമ്മൾ ഏതായാലും മുറിക്കകത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഈ മുറിക്കകത്തൊക്കെ കഴിഞ്ഞ് പോയപ്പോഴാണ് മറ്റേ ആ വെളിവശം കണ്ടത്. അപ്പം നമുക്ക് ഇനി ഒന്നുകൂടെ അവിടെ പോയിട്ട് എന്തായാലും നമ്മളിന്ന് കമലെ പൂട്ടുന്നതായിരിക്കും ഗായ്സ്. ഈ മണിയെ തല കണ്ട് ഗായ്സ്. ഇപ്പോൾ അവൾ വരും ഗായ്സ്. അവൾ വരും. ഇതിലായിരിക്കും വന്ന് കൊന്നേച്ച് പോട്ടെ ഗായ്സ്. എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു ഗായ്സ്. എന്താ വരാത്തത്? പുറകെ കൂടെ വന്ന് കൊന്ന് ഗായ്സ്. എന്നെ പുറകെ കൂടെ വന്ന് കൊന്ന് ഗായ്സ്. അപ്പം ഗായ്സ് ഇതെന്താ പെട്ടെന്ന് കൊന്നപ്പോൾ ഈ ആടിൻ്റെ സാധനം കാണിച്ചിട്ടാണ് ഗായ്സ് നമ്മളെ കൊല്ലുന്നത്. കമല വന്ന് ഇതിന് മറ്റടുത്ത വിലയാണ് ഇത്. അപ്പം പിന്നെ നമ്മളെ ഹോമകൊണ്ടത്തിൻ്റെ ഉണ്ടെങ്കിൽ കെട്ടിത്തൂക്കി അറുത്ത് കിട്ടും. ഇപ്പം ഗായ്സ് കമല നമ്മൾ വിചാരിച്ച കൂട്ടത്തെ ആളല്ല ഗായ്സ്. കമല ഭയങ്കര വലിയ ആളാണ്. നമ്മൾ ചെന്ന് കഴിയുമ്പോഴേ കമല നമ്മൾ അറിയും ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യുക ഗായ്സ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. കമല നമ്മൾ ഒഴിപ്പിക്കുന്നതായിരിക്കും ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സൈനിങ് ഔട്ട്. ബൈ.